RSSകാർ തന്നെ ചുണക്കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന വത്സൻ തില്ലങ്കേരി വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ വാർത്തകളിൽ സജീവമായിരുന്ന തില്ലങ്കരിയെ കുറച്ച് നാളുകളായി വാർത്തകളിലൊന്നും ഇടം പിടിക്കാതെ മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തില്ലങ്കേരി വാർത്തകളിൽ നിറയുകയാണ്. ശബരിമലയുടെ പേരിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന് വോട്ട് പിടിക്കാൻ RSS നേതാവ് വത്സൻ തില്ലങ്കേരി എത്തുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് മറികടക്കാൻ ശബരിമല കർമ്മസമിതിയുടെ പേരിലാണ് വോട്ട് ചോദിക്കൽ. വത്സൻ തില്ലങ്കേരിയെ രംഗത്തിറക്കിയതിലൂടെ ശബരിമലയുടെ പേരിൽ പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് BJP ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ തിരുവനന്തപുരത്ത് BJPയുടെ മുഖ്യ ആയുധമായി മാറിയിരിക്കുകയാണ് ശബരിമല. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ധർണയുടെ തൊട്ടടുത്ത ദിവസമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ശബരിമല കർമ്മസമിതി മാതൃസംഗമം നടത്തിയത്. ശബരിമലയുടെ കാര്യത്തിൽ തെരുവിലിറങ്ങിയ സ്ത്രീകളുടെ നിലപാട് വോട്ടാക്കി മാറ്റിയെന്ന ലക്ഷ്യത്തോടെയാണ് സന്നിധാനത്തെ സംഘപരിവാർ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വത്സൻ തില്ലങ്കേരിയെ എത്തിച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ പ്രചാരണം പാടില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിനെ വത്സൻ തില്ലങ്കേരി രൂക്ഷമായി വിമർശിച്ചു. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് എന്നാണ് ശബരിമല കർമ്മസമിതിയുടെ മുദ്രാവാക്യം. അത് വൈകാരികമായി ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇത്തരം കൂട്ടായ്മകൾ അവർ സംഘടിപ്പിക്കുന്നത് തന്നെ. വരും ദിവസങ്ങളിൽ ശബരിമല കർമ്മസമിതിയുടെ കൂട്ടായ്മകൾ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പ് തീയതി അടുക്കുമ്പോഴേക്കും BJP രണ്ടും കൽപ്പിച്ച് RSS നേതാവ് വത്സൻ തില്ലങ്കേരിയെ രംഗത്തിറക്കുമ്പോൾ ഉറപ്പിക്കാം, വിഷയം ശബരിമലയെ കത്തിക്കുക എന്നത് തന്നെയാണ്. ശബരിമല വിഷയത്തിലൂടെ വോട്ട് പിടിച്ച് BJPയെ വിജയത്തിലേക്ക് നയിക്കുക, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ഇപ്പോൾ RSS തില്ലങ്കേരിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ BJP ജയസാധ്യത ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തില്ലങ്കേരി കർമ്മസമിതിയുമായി വന്ന് ശബരിമല വിഷയം വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.